മലമ്പുഴ അക്വേറിയമാണിത്. അപ്പം മലമ്പുഴ ടൂർ പോകുന്ന ഏതൊരാൾക്കും പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ അക്വേറിയം എന്നുള്ളത്, മലമ്പുഴ അക്വേറിയം. അപ്പോൾ അതിനകത്ത് ഡാമുണ്ട്, അതുപോലെ പൂന്തോട്ടമുണ്ട്, സ്നേക്ക് പാർക്കുണ്ട്, അക്വേറിയം ഉണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇത് അവിടേക്കുള്ള പുറത്തേക്ക് നമ്മളവിടെ കൗണ്ടറിൽ കാണുന്നുണ്ടല്ലോ, ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അഡൽസിനും ചിൽഡ്രൻസിനും 2 റേറ്റിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിഷിനെ കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു വലിയൊരു ഫിഷിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൂടെ, അതിൻ്റെ വായ്ക്കകത്ത് കൂടെ കയറി ഇറങ്ങുന്ന വിധത്തിൽ ഉള്ളതൊന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് അവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഈ മറ്റേ ഈ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ട്, അതൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്. സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ പോകുന്ന വഴി നല്ല സൂപ്പറാണ്. ഏതാണ്ടൊരു ഡാർക്ക് ഇതായതുകൊണ്ട് കുറച്ചും കൂടെ നമ്മളൊരു സിനിമാ തിയേറ്ററിലൊക്കെ കയറുമ്പോഴത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. കാണാൻ കുറേ മത്സ്യങ്ങളുണ്ട്. ഇപ്പം പിന്നെ അധികവും നമ്മൾ ഒരുപാട് എക്സിബിഷൻ അതിനൊക്കെ കാണുമ്പോൾ ഇതുപോലെ എക്സിബിഷൻ കാണുന്നുണ്ട്. ഇതാണെന്നില്ലേ, ഇത് മോനാണ്, അവനെ അതിന് തൊട്ടപ്പോൾ അത് കുറേ അടുത്തു വന്ന് നോക്കുക ചെയ്തേ. അപ്പോൾ ഇങ്ങനെ ഒരു ഹോള് പോലെയാണ്. പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയാൽ അവിടെ വേറെയും കാണാനുണ്ട്. അപ്പോൾ ഓരോ മത്സ്യത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരുണ്ട്, അതിൻ്റെ രൂപങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാണാൻ നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് പോകുന്നതാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ഇതേപോലെ തന്നെ ഒരു മറൈൻ എക്സ്പോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ വൈവിധ്യങ്ങളായ മത്സ്യങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഓൾറെഡി അവിടെ ഉണ്ടായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കൂടെ കാണുമ്പം നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടോ അല്ല സ്കൂളിൽ നിന്നോ അങ്ങനെയൊക്കെ പോകുമ്പം തന്നെ ഫുൾ എൻജോയ്മെൻ്റ് ആകാൻ പറ്റിയുള്ള കുറേ സംഭവങ്ങൾ, നല്ല മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒന്നാണ്. അപ്പോൾ കുറേ സ്കൂൾ കുട്ടികളും അങ്ങനെയൊക്കെ വന്ന് കണ്ടിട്ടും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ സൂപ്പറുണ്ട്. എല്ലാ മത്സ്യങ്ങളെയും കാണാനൊരു പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട്. കുറേ നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഓരോ മീനും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ വന്ന് നോക്കി പോകും പോലെ ഉണ്ട്. അവരൊക്കെ സ്ഥിരം ആൾക്കാരെ കാണുന്നുണ്ടായിരിക്കും. എന്തായാലും ഒക്കെ കാണാനൊരു രസം തന്നെയാണ് ഇങ്ങനെ ഉള്ളത്. ഓരോന്നും വളരെ ഡിഫറെൻറ്റ്. പണ്ട് നമ്മൾ നമ്മളെ അടുത്തുണ്ടായിരുന്ന ചെറിയ തോടുകളും അതുപോലെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ തോർത്ത് വെച്ചൊക്കെ മീൻ പിടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ കാണുന്ന പോലത്തെ കളറുള്ള ചെറിയ ചെറിയ മീനിനൊക്കെ നമ്മൾ കാണലുണ്ട്. ഇതിൻ്റെയൊന്നും പേരൊന്നും അറിയില്ല. അന്ന് നമ്മൾ പിടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് വെള്ളം നിറച്ച കുപ്പിയിലിട്ടിട്ട് കുറേ കാലം സൂക്ഷിച്ച് വെക്കും. അന്നേരം ഇതുപോലൊന്നും ആക്കിയൊന്നുമില്ല. സ്ഥിരം നമ്മൾ പണ്ടത്തെ ഹോർലിക്സ് കുപ്പീൻ്റെ അകത്ത് മീൻ പിടിച്ചിടുന്ന കളറുള്ള മീനിനെല്ലാം ഇവിടെയും കണ്ടു. ഇതുപോലെ കുറേ നമ്മൾ എക്സിബിഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കളറുള്ളതിനെ കണ്ടില്ലേ, കളറുള്ളതിനെ കാണലുണ്ട്. അത് നമ്മൾ തോട്ടിൽ നിന്നെല്ലാം പിടിച്ചിട്ടിടുന്നതാണ്. ഇതുപോലെ വളർത്ത മീനിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഓരോ അക്വേറിയം കള്ളീൻ്റെ അകത്തും അടുത്തും ഇതുപോലെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പേരുണ്ട് എന്ന് ഇതൊക്കെ കാണുമ്പോൾ തിരിഞ്ഞത്. അങ്ങനെയൊക്കെ. പക്ഷെ എന്തൊക്കെയായാലും നല്ല രസമുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത്. പണ്ട് മീൻ പിടിക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ വലിയ മീനൊന്നും നമ്മൾ കാണലേ ഇല്ല. എല്ലാം തോട്ടിലുള്ള എല്ലാം ചെറിയ ചെറിയ മീനുകളാണ്.